ഇതെന്തൊക്കെയായി ഓടിക്കളിക്കുന്നേ? ചെറിയ പ്രാണികൾ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ചെറിയ പ്രാണികൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിതാ റോഡിൽ നിന്ന് കയറി വരുമ്പോൾ മുതലേ നമുക്ക് കാണിക്കാവേ. ഇതാ ഇവിടെ ചെറിയൊരു ഗാർഡൻ. ഇത് പൊതിയാനുള്ള ബുക്ക്, പൊതിഞ്ഞ ബുക്ക്. പിന്നെ ഇത് ആൻസൂട്ടൻ്റെ കളറുകൾ. പിന്നെ അതൊരു പെൻ സ്റ്റാൻഡ് ആൻസൂട്ടിൻ്റെ ബർത്ത്ഡേ കൂട്ടുകാർ കൊടുത്ത്. ഹായ്, ബിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഇതാ അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് അടുത്ത പണി ഒക്കെ അങ്ങ് തുടങ്ങാം. നമുക്ക് ഇടുക്കി ജില്ലയ്ക്ക് ഇന്ന് അവധിയാണ് കേട്ടോ. മഴ കാരണം ഇന്നലെ രാത്രി എന്തോ മഴയായിരുന്നു എന്ന് വെച്ചാൽ പറയണ്ട. നമ്മുടെ തൊടുപുഴ KSRTC സ്റ്റാൻഡിലും അതിൻ്റെ പാർക്കിംഗ് ഏരിയയിലൊക്കെ വെള്ളം കയറി. തൊടുപുഴ മൊത്തത്തിൽ വെള്ളത്തിലായി എന്നൊക്കെ കേട്ടു. നമ്മളങ്ങോട്ടൊന്നും പോയില്ല കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ മഴയായിരുന്നു. അപ്പോൾ എന്താണേലും കളക്ടർ ഒരു അവധി തന്നപ്പോഴത്തേക്കും ഇന്നിപ്പോൾ രാവിലെ ഇച്ചിരി തോർച്ചയുണ്ട്. പക്ഷെ പറയാൻ പറ്റത്തില്ല. ഇതിങ്ങ് നിമിഷ നേരം കൊണ്ടാണ് പ്രകൃതിയുടെ മുഖഭാവങ്ങളൊക്കെ മാറുന്നത്. മനുഷ്യനെ കണ്ടല്ലേ അതും നിൽക്കുന്നത്, മനുഷ്യരുടെ മുഖഭാവങ്ങൾ മാറും പോലെ. അപ്പം നമ്മളിന്ന് രാവിലെ കുറച്ച് മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്ഥിരമായിട്ട് മീൻ തരുന്ന ഇക്ക ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. സിലോപ്പിയ മീനാണ് വാങ്ങിയത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ട്രോളിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മീനൊന്നും കിട്ടാനില്ല. അപ്പോൾ നമ്മൾ 2 കിലോ സിലോപ്പിയ വാങ്ങി. അതിൽ നിന്ന് കുറച്ചെടുത്ത് വറുത്ത് കുറച്ചെടുത്തിട്ട് കറിയും വയ്ക്കാം എന്നൊക്കെ ഓർക്കുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും ചക്കയോ കപ്പയോ എന്തെങ്കിലുമൊക്കെ പുഴുങ്ങണം. അപ്പോൾ നമുക്കിവിടെ ചക്ക അരിഞ്ഞ് നമ്മളിത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അരിഞ്ഞ ചക്കയാണ്. ഇതതിന് മുമ്പ് അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഈ ഫ്രീസറിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ ഇരുന്നുള്ളൂ, ഒരു കുഴപ്പമില്ല, കേടാവത്തില്ലേ. അപ്പം അങ്ങനെ. അപ്പോൾ രാവിലെയെന്ന് വെച്ചാൽ നമ്മൾ ചായ ഉണ്ടാക്കിയുള്ളൂ, വേറെ പണിയൊന്നും കഴിച്ചില്ല. അപ്പോൾ ഇന്നലെ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിട്ടാണ് നമ്മൾ കിടന്നത്. അപ്പോൾ ഇന്നലെ അത്താഴത്തിനുള്ള ചോറ് നമ്മൾ വാർത്തത് അതേപടി ഇരിപ്പുണ്ട്. അതിപ്പോൾ എടുത്തിട്ട് നമ്മളങ്ങ് ചൂടാക്കും. നമ്മൾ മീൻകറി വയ്ക്കാം എന്ന് ഓർക്കുന്നു. അപ്പോൾ രാവിലത്തെ വിശേഷങ്ങൾ അതൊക്കെയാണ്. പിന്നെ ബാസ്കി മോനെ കൊണ്ടൊക്കെ ഒന്ന് വെളിയിലൊക്കെ പോയിട്ട് കൊണ്ടുവന്നു. ചേട്ടനാണെങ്കിൽ കടയിൽ പോകാനുള്ള തിരക്കിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ചപ്പാത്തി കിഴങ്ങറിയെല്ലാം ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും ഉണ്ടാക്കേണ്ടതായിട്ടൊന്നും വന്നിട്ടില്ല. ആൻസൂട്ടിന് ക്ലാസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് ആൻസൂട്ടിന് ഇവിടെ ഉണ്ട്, ഇരിക്കുന്നു. അപ്പോൾ ഇന്നലെ നമ്മളെല്ലാവരും കൂടി ഒരു എൻഗേജ്മെൻറ്റിന് പോയേക്കുമായിരുന്നു. വാഴത്തോപ്പ് എന്ന് പറഞ്ഞ സ്ഥലം ഇടുക്കി ജില്ലയിലെ ഹൈ റേഞ്ചിലാണ്. അപ്പോൾ അവിടെ പോയി ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു. ചേട്ടൻ്റെ പെങ്ങളും അതുപോലെ തന്നെ ചേട്ടൻ്റെ ഭാര്യ അതായത് ചേട്ടൻ്റെ മൂന്നാമത്തെ ചേട്ടൻ്റെ ഭാര്യയും പിന്നെ ചേട്ടൻ്റെ രണ്ടാമത്തെ ചേട്ടനും, നമ്മൾ ഇത്രയും പേര് ആൻസൂട്ടിന് ഞാൻ ഇത്രയും പേരെ പോയി. അപ്പോൾ അവിടെയൊക്കെ പോയി അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വന്നു. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചൊരു യാത്ര പോയത് ആദ്യമായിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മൾ വീഡിയോയൊന്നും ആക്കിയൊന്നുമില്ല, ഷോർട്ട് വീഡിയോ എടുത്തോ നമ്മൾ മാത്രം കാണിച്ചങ്ങ് എടുത്തതേ ഉള്ളേ. അപ്പം അതൊക്കെ ഞാൻ അപ്ലോഡൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കയറി കാണുക. അതുപോലെ നമ്മുടെ FBയിലേക്ക് ഇപ്പോൾ ഒരുപാട് ഫോളോവേഴ്സ് വരുന്നുണ്ട്. നമ്മുടെ യൂട്യൂബ് വീഡിയോ ആണ്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ ആണെന്ന് തോന്നുന്നേ. അപ്പോൾ എനിക്ക് ഒരു പേജ് ബിന്ദുസ് ഡ്രീംസ് എന്ന് പറഞ്ഞൊരു പേജും ഉണ്ട്. എൻ്റെ സ്വന്തം ഫേസ്ബുക്ക് അക്കൗണ്ടും ഉണ്ട് കേട്ടോ. ഫേസ്ബുക്ക് ബിന്ദു ജാക്സൺ എന്നും പറഞ്ഞിട്ടിരിക്കുന്നത്. അപ്പോൾ അതിലേക്കാണ് കൂടുതൽ ആളുകളും വരുന്നത്. അപ്പോൾ FBയിലാണെങ്കിൽ എനിക്ക് കുറേ ഫോളോവേഴ്സ് ഫ്രണ്ട്സൊക്കെ ആയിട്ട് നേരത്തെ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് അതങ്ങ് പേജ് പോലെ അങ്ങ് ആക്കിയിട്ടേ ഉള്ളൂ. കാരണം പറഞ്ഞാൽ എന്താണെന്നറിയാം, എൻ്റെ FB അക്കൗണ്ടും ഇൻസ്റ്റഗ്രാമും ലിങ്ക്ഡാണ്. അതിൽ നിന്ന് ഇൻസ്റ്റഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇൻസ്റ്റയിൽ ഇടുന്ന വീഡിയോസ് മൊത്തം വരുന്നത് എൻ്റെ FB അക്കൗണ്ടിലേക്കാണ്, ബിന്ദു ജാക്സൺ എന്ന് പറയുന്ന അക്കൗണ്ടിലേക്കാണ്. അപ്പം ഞാൻ ഓർത്തു അതങ്ങ് ഇതാക്കിയിട്ടിട്ടുണ്ടെങ്കിൽ അത് ഫോളോവേഴ്സിന് കാണാൻ പറ്റുമല്ലോ എന്ന് ഓർത്തു അത് പേജാക്കി ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പം അതിലേക്ക് ഒത്തിരി പേര് ഇപ്പം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഗുണം എന്താണെന്നറിയാമോ, നമ്മുടെ യൂട്യൂബിനകത്താണെങ്കിൽ പബ്ലിക്കായിട്ടുള്ള ചാനലെല്ലാം നമുക്ക് കാണാൻ പറ്റും ഏത് ചാനലാണെന്നുള്ളത്. പക്ഷേ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞ ഒരു ഗുണം, അതിലേക്ക് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിയുമ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് ആരൊക്കെയാണെന്ന് നമുക്ക് കാണാൻ പറ്റും. അവരുടെ പ്രൊഫൈൽ നമുക്ക് കാണാൻ പറ്റും. അപ്പം നേരിട്ട് നമുക്ക് ഇന്നവരാന്നൊക്കെ അറിയാൻ പറ്റും. അത് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ്. യൂട്യൂബിലായിരുന്നപ്പോൾ ആരെ സപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് അറിയാൻ പറ്റത്തില്ലായിരുന്നു. കമൻറ്റ് ഇട്ടാൽ മാത്രമല്ലേ, ലൈക്ക് തന്നെന്ന് കരുതി നമുക്കറിയാൻ പറ്റത്തില്ല, കമൻറ്റ് ഇട്ടാൽ മാത്രമല്ല അറിയാമെന്നുള്ളൂ. പക്ഷേ ഫേസ്ബുക്കായി കഴിഞ്ഞപ്പോഴത്തേക്കും സപ്പോർട്ട് ചെയ്യുന്നവരുടെ പ്രൊഫൈൽ നമുക്ക് എടുത്ത് നോക്കാൻ പറ്റും. ഇന്ന ആൾക്കാരാണെന്നൊക്കെ അറിയാൻ പറ്റും. പുറത്തൊക്കെ വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ തിരിച്ചറിയാനും പറ്റും. അത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി പേര് എന്നോട് ഫേസ്ബുക്ക് അക്കൗണ്ട് ഏതാണെന്ന് ചോദിച്ചു. ബിന്ദു ജാക്സൺ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ മാത്രം മതി. നമ്മുടെ 3 പേരുടെ ഞങ്ങൾ കൂടിയിട്ടൊരു ഫോട്ടോ ഉള്ള ഒരു പ്രൊഫൈൽ പിക്ചറൊക്കെ വെച്ചൊരു പേജാണ്. അതിപ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റയിലുള്ള വീഡിയോസൊക്കെ തന്നെ അതിനകത്ത് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ പണികളിലേക്കൊക്കെ കിടക്കട്ടെ.
അപ്പോൾ ഇതാ നമ്മുടെ മീൻകറി വെക്കാൻ വേണ്ടി മസാലയും ഉള്ളിയും മുളകും ഇഞ്ചിയും എല്ലാം കൂടി ഇട്ട് വഴറ്റി ഇരിക്കുവാണ് കേട്ടോ. വറക്കാനുള്ള മീനിൽ മസാലയൊക്കെ ഇട്ട് വെച്ചേക്കും. അതിന് തിരുമിയില്ല, നമുക്കിപ്പോൾ വറക്കുന്നില്ല. അത് മസാലയൊക്കെ തിരുമി അങ്ങ് കയറ്റി വെച്ച് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നമുക്കെടുക്കാം. നമ്മുടെ പൊടികളൊക്കെ ഇട്ടു. പുളി 2 കഷ്ണം എടുത്തിട്ടുള്ളൂ, അത് വെള്ളത്തിൽ മുക്കിയിട്ടേക്കുവാണേ. ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ വെള്ളം അങ്ങ് ഒഴിക്കാം പുളിയോട് കൂടി. എന്നിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇടാം. മീൻ കഷ്ണം ഞാനിവിടെ വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ആ മീൻ കൊണ്ട് തന്ന ഇക്ക വെട്ടിയാണ് തന്നത്. അത് തലയൊക്കെ കളഞ്ഞ് വാലൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കി ക്ലീൻ ചെയ്ത് കഴുകി വാരി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ഫേസ്ബുക്ക് യൂട്യൂബ് വീഡിയോസ് എന്നൊക്കെ പറയുമ്പോൾ ലോങ് വീഡിയോയിൽ നമ്മളെല്ലാം ഒന്നും ഉൾപ്പെടുത്തത്തില്ല. നമുക്ക് 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു പരമാവധി 30 മിനിറ്റിനുള്ളിൽ കൊള്ളിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ ഉൾപ്പെടുത്താൻ പറ്റൂ. ഇതാണ് ഒരു പ്രശ്നം. പലതും അങ്ങ് മിസ്സായി പോകും. എന്ത് ചെയ്യാം. ഇതായിട്ടുണ്ട്. നമുക്ക് വെള്ളം ഒഴിക്കാം. ഇത്രയെങ്കിലും വെള്ളം വേണം. കാരണം 2 കിലോ മീനാണ് വാങ്ങി, അതിൽ നിന്നൊരു 1/4 കിലോ മാറ്റിയെങ്കിലും ബാക്കിയുണ്ടല്ലോ. ഞാൻ ഫ്ലെയിം കുറച്ചിട്ടേക്കുക. ഫ്ലെയിം കൂട്ടി കൊടുക്കാം. എന്തൊക്കെ പറഞ്ഞാലും ഇതുണ്ടാക്കുമ്പോഴത്തേക്ക് സ്റ്റൗവിലേക്കൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ വീഴും. ഞാനത് വീഴിക്കാതെയൊക്കെ നോക്കും, പക്ഷേ സ്റ്റൗവിലേക്ക് വീഴും. അപ്പോൾ ആൾക്കാർ കാണുമ്പോൾ ഓർക്കുന്ന സ്റ്റൗ ക്ലീൻ ചെയ്യാറില്ല എന്നാണ് ഓർക്കുള്ളൂ. അതാ കുഴപ്പം. അപ്പം നമ്മളെന്ത് ചെയ്യും, വീണ്ടും ഇതിങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും. എന്തോ എന്തൊക്കെ പറഞ്ഞാലും ഒരു നെഗറ്റീവെങ്കിലും വരും. കാരണം 30 മിനിറ്റിൽ എന്തോരം പോസിറ്റീവ് ഇട്ടാലും എന്തെങ്കിലും ഒരു ഫോൾട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാത്രം കാണുന്ന ചിലരുണ്ടാകും. അപ്പോൾ അവരത് പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. കാരണം പോസിറ്റീവ് മാത്രം നോക്കിയാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല, നെഗറ്റീവ് കൂടി വരണം. ചുമ്മാ അങ്ങ് പറയുന്ന കേട്ടോ. ഞാനിപ്പോൾ ഈ പാത്രം ഒന്ന് മൂടി വെക്കട്ടെ. പാത്രങ്ങളൊക്കെ ഇങ്ങനെ അടുക്കടുക്കായിട്ടിരിക്കുന്നതാണ്, നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പോൾ ഇതൊരു മൂടി വെച്ച് തിളയ്ക്കട്ടെ. ആ സമയത്ത് ഞാൻ വേറൊരു കൂട്ടം കാണിച്ചു തരാം. അതിനു മുമ്പ് മീൻ കാണിച്ചു തരാം. അപ്പോൾ മീനൊക്കെ വെട്ടി കഴുകി സെറ്റായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴേ നമ്മുടെ ആൻസ് കൂട്ടന് സ്കൂളിൽ നിന്നൊരു സമ്മാനം കിട്ടി. ടീച്ചർ ഒരു ചോദ്യം ചോദിച്ചു. അതിൻ്റെ ആൻസർ പറഞ്ഞത് 3 കുട്ടികളായിരുന്നു. ആ 3 കുട്ടികളിൽ ഒരാൾ ആൻസൂട്ടനായിരുന്നു. അപ്പോൾ ആൻസൂട്ടന് ആ സമ്മാനം കിട്ടി. ആ സമ്മാനം ആൻസൂട്ടൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് കാണാം. അപ്പോൾ ആൻസൂട്ടൻ്റെ സമ്മാനം കാണാൻ ആൻസൂട്ടനും കൂടെ ഇല്ലെങ്കിൽ പിന്നെ എന്താ. അപ്പോൾ സമ്മാനത്തിലേക്കൊന്ന് ഇങ്ങനെ കാണിച്ചേ. ഇതേ ഇങ്ങനെ കാണിക്കുക. നീ നേരെ നിന്നിട്ട് ഇങ്ങനെ കാണിക്കുക. നീ നേരെ നിൽക്കുക, ഇവിടെ നിൽക്കുന്നു. എന്നിട്ട് ഇങ്ങനെ കാണിക്കണം കേട്ടോ. ഓക്കെ, അങ്ങനെ ഒന്നുകൂടെ കാണിച്ചേ. അപ്പോൾ ആൻസൂട്ടന് കിട്ടിയ സമ്മാനമാണ് ഇത്. എന്താണെന്നറിയാവോ? ഇതാണ് ഇലമുളച്ചി. ഇലയിൽ നിന്ന് പുതിയ ഇത് കണ്ടോ, ഇലയിൽ നിന്നാണ് കേട്ടോ ഇതുണ്ടായി വരുന്നത്. ഇലയിൽ നിന്നാണ് പുതിയ പ്ലാന്റ് ഉണ്ടായി വരുന്നത്. ഈ ഇലമുളച്ചി കിഡ്നി സ്റ്റോണിനൊക്കെ വളരെ നല്ലതാണെന്ന് ഞാൻ കണ്ടേ. കിഡ്നി സ്റ്റോണിനൊക്കെ ഇതൊരു ഔഷധമാണ്. ഇതിപ്പോൾ അങ്ങനെ കിട്ടാനൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. അതറിയത്തില്ല, അവിടെ നിൽക്കട്ടെ. കാരണം എല്ലാത്തിലും അത് മുളച്ചിട്ടുണ്ട്, നമ്മൾ പാകിയതിലൊക്കെ. ഇത് കണ്ടോ, ഇത് പുല്ല്. പുല്ല് പറിക്കാം. അതെന്നാന്ന് അറിയാതെ നമുക്ക് പറിക്കണ്ട. അപ്പോൾ അത് ഇലമുളച്ചി. ആൻസൂട്ടൻ 3 കുട്ടികൾ അതിൻ്റെ ആൻസർ പറഞ്ഞു ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ. അപ്പോൾ അതിലൊന്ന് ആൻസായിരുന്നു. അങ്ങനെ ആൻസൂട്ടന് സ്കൂളിൽ നിന്നും കിട്ടിയ ആദ്യത്തെ സമ്മാനമാണ്. അത് കൊണ്ടുവന്ന് നമ്മൾ ഗ്ലാസ്സിലിട്ട് വെച്ചിരിക്കുമായിരുന്നു. നടാൻ അവസരം കിട്ടിയപ്പോൾ ആൻസ് തന്നെയാണ് മണ്ണൊക്കെ. ഈ ചട്ടി നമ്മൾ നേരത്തെ എടുത്തതാണ്. അപ്പോൾ ആ ചട്ടിയിലേക്ക് നമ്മൾ ആൻസൂട്ടൻ കൊണ്ടുപോയി ഇലമുളച്ചി വെച്ച് കൊടുത്തു. അപ്പോൾ ഇതാണ് ആ ഒരു ഇല കേട്ടോ. ഇത്രയും വീതിയുള്ള ഇല കണ്ടോ, ഈ ഇലയാണത്. അപ്പം അത് വെച്ച് കൊടുത്തപ്പോഴത്തേക്ക് അത് നിറച്ച് വിരിഞ്ഞു. അപ്പോൾ പപ്പ ഇന്ന് വന്ന് കണ്ടു ആൻസൂട്ടൻ്റെ ഇലമുളച്ച് ചെടി മുളച്ചെന്ന് പറഞ്ഞപ്പോൾ പപ്പയും വന്ന് നോക്കി. അപ്പോൾ പൂന്തോട്ടത്തിലെ ചെടികളൊക്കെ വെട്ടി നിർത്തിയേക്കും കേട്ടോ. അടുത്തതായിട്ട് അതിൽ നിന്ന് പുതിയ തളിരൊക്കെ വന്ന് കമ്പൊക്കെ നിറഞ്ഞ് ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുതിയ കൊമ്പൊക്കെ മുറിച്ച് നട്ടിരിക്കുന്നതാണോ. പുതിയ പാട്ടുണ്ട്. വേഗം പാടോ, ഉറക്കെ പാടോ. बंदर जैसा चेहरा है अंदर है शैतानी मन तू मेरे साथ हो जाए तो जाएगा शक्तिमान.
तू मेरे साथ तू हो जाए तो मेरा जीवन अच्छा है. അപ്പം അതാ നമ്മുടെ മീനിന് വെച്ച വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. നമുക്ക് മീൻ കോരി ഇട്ട് കൊടുക്കാം. സിലോപ്പിയ മീനാണ് കേട്ടോ. എനിക്ക് തൊലി പൊളിക്കാതെ ചെതുമ്പൽ കളഞ്ഞിട്ട് വേവിക്കണതാണ് എനിക്കിഷ്ടം. പക്ഷേ ഇക്ക വെട്ടി തരുമ്പോൾ നമുക്ക് തൊലി പൊളിച്ചേ തരത്തുള്ളൂ. പെട്ടെന്ന് തീർത്തിട്ട് അവർക്ക് അവരുടെ ജോലി തീർത്ത്, അവർക്ക് മീൻ തീർത്തില്ലെങ്കിൽ അവർ പിന്നെ നഷ്ടം വരില്ലേ. അപ്പോൾ അതുകൊണ്ട് ഒന്നാമത്തെ സമയത്ത് അധികം ആൾക്കാർ മീനൊന്നും വാങ്ങാത്തൊരു സമയം വരില്ല. അപ്പം അതിനകത്ത് വേറെ എന്തൊക്കെയോ മീനുണ്ടായിരുന്നു കേട്ടോ. കൂരി ഉണ്ടായിരുന്നു, പിന്നെ കേര, എന്തോ ഒരു കേര എന്ന് പറഞ്ഞു. നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മൂടി കൊടുക്കാം. മൊത്തത്തിൽ മൂടിയിട്ടുണ്ടെങ്കിൽ ഇത് തിളച്ച് താഴെ പോകും. അപ്പോൾ പിന്നെ ചെറുതായിട്ടൊന്ന് മൂടിയാൽ മതി. നമ്മൾ കുറച്ച് ചക്ക കൂടി വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു പുഴുക്കും കൂടെ അങ്ങ് ഉണ്ടാക്കാം നമുക്ക് മീൻകറിയൊക്കെ ഉള്ളപ്പോൾ. അപ്പോൾ ഇതാ നമ്മുടെ ചക്കപ്പുഴുക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. റെഡി ആയിട്ടുണ്ടെന്നല്ല, ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു. സത്യം പറഞ്ഞാലേ ഞാൻ അങ്ങ് വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ അങ്ങ് വിട്ടുപോയി കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ വിശപ്പിൻ്റെ ഇടയ്ക്ക് വീഡിയോയുടെ കാര്യമൊക്കെ ആരും ഓർക്കാനാണ്. അപ്പം നിങ്ങൾ കാത്തിരുന്ന ആ ഒരു വീഡിയോ ഇന്ന് അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ജസ്റ്റ് മഴ പെയ്യുക, എനിക്കൊരു കുട ആവശ്യമുണ്ട്. ഏത് വീഡിയോ ആണെന്നല്ലേ ചിന്തിക്കുന്നത്. ഞാൻ മൈക്കൊക്കെ ഒന്ന് എടുത്ത് കുട്ടി വയ്ക്കട്ടെ, മുറ്റത്തേക്ക് ഇറങ്ങാൻ പോവുക. ഞാൻ ഒരു സെക്കൻഡ് എടിപിടിയെന്നും പറഞ്ഞിട്ട് ഞാൻ ഹോം ടൂറ്, കുറേ നാളായി എല്ലാവരും ഹോം ടൂർ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ ഹോമിലേക്ക് അങ്ങ് ടൂറ് പോകാൻ പോവുകയാണേ. അപ്പോൾ അതാ എൻ്റെ ഹോം മുറ്റത്ത് നിന്ന് നോക്കുമ്പോൾ, റോഡിലേക്ക് നോക്കുമ്പോൾ ഇതാണ് കേട്ടോ. മനോഹരമായ 2 തൂണുകളിലെ ഗേറ്റൊക്കെ സ്ഥാപിച്ചിരിക്കുന്ന നമ്മുടെ ഹോം. ഓക്കെ, അപ്പം നമ്മളിതാ റോഡിൽ നിന്ന് കയറി വരുമ്പോൾ മുതലേ നമുക്ക് കാണിക്കാവേ. ഇതാ ഇവിടെ ചെറിയൊരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് ചേട്ടൻ നിർത്തിയിരിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങോട്ട് എന്ത് ചെയ്യും മതിൽ കെട്ടാത്തതെന്ന് ചോദിച്ചാൽ, ഈ വീടിൻ്റെ ചുറ്റളവിന് വെച്ചിട്ട് കെട്ടിയ മതിലാണിത്. അതുകൊണ്ട് ഇത്രയും ഭാഗം പുറത്തേക്ക് വെച്ചിട്ട് ഇതുപോലെ കല്ലിട്ട് കെട്ടിയെടുക്കുക ചെയ്തേ. അപ്പോൾ ഇനി അവിടെ നമുക്കൊരു മതിലൊക്കെ കെട്ടിപ്പൊക്കാം എന്നുള്ള പ്ലാനിങ്ങൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ വീടിൻ്റെ ഓണറെ കാണിച്ചു തരാം. വീടിൻ്റെ ഓണർ ഇപ്പോൾ നിലവിലില്ലാത്തത് കൊണ്ട് ഇങ്ങനെ നമുക്ക് കാണാം. ജാക്സൺ ജോൺ ഉറുമ്പിൽ ചേട്ടൻ്റെ പേരാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഈ ഗേറ്റിൽ ഒരു പാളി അടച്ചിട്ടിട്ട് ഒരു പാളിയെ തുറന്നിടാറുള്ളൂ. ഇതിപ്പോൾ കാർ എടുത്തുകൊണ്ട് പോകുമ്പം 2 ഭാഗവും കൂടെ അങ്ങ് തുറന്നങ്ങിട്ടേക്കും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു കൊച്ചു വീട്. ഇതായിട്ടോ. പിന്നെ നമ്മുടെ തൊട്ടയൽപക്കം അതാണ്. അപ്പോൾ ആ വീടിൻ്റെ അങ്ങ് അറ്റം വരെ ഇവിടെ ചേട്ടൻ്റെ സ്ഥലമായിരുന്നു, അത് കൊടുത്തതാണ്. അപ്പോൾ അവിടെ 2, 3, 4 വീടൊക്കെ ഇപ്പോൾ ആ സൈഡിലേക്കൊക്കെ വരും. അപ്പോൾ ഇതാണ് നമ്മുടെ മുറ്റം. മുറ്റത്തിൻ്റെ ഒരു സൈഡിലായിട്ട് ഫ്രണ്ടിൽ തന്നെ കിണറുണ്ട്, പിന്നെ ഒരു പോർച്ച്, പിന്നെ ഇതാ ഇതുപോലെ പണിതിരിക്കുന്ന ഡിസൈനിൽ ചെയ്തിരിക്കുന്ന വീട്. അപ്പോൾ വീടിൻ്റെ പുറഭാഗം എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ഇതുപോലെ ഇങ്ങനെ വളച്ച് പണിത വീടാണ്. 10-25 വർഷം പഴക്കമുള്ള വീടാണ്. നമ്മളപ്പോൾ ഈ മഴ നനഞ്ഞ് ഞാൻ കൂടുതൽ സമയമൊന്നും ഇവിടെ നിൽക്കുന്നില്ല. അപ്പോൾ ഞാൻ നേരെ കയറുകയാണ്. അപ്പോൾ നമ്മൾ വീടിനകത്ത് ചെരുപ്പൊക്കെ ഇട്ടാട്ടോ നടക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ചെരുപ്പും ചേട്ടൻ്റെ ചെരുപ്പും, ചേട്ടൻ പോകാൻ നേരത്തെ ഇവിടെ ചെരുപ്പ് ഊരിയിടും. അതാണിപ്പോൾ നിലവിൽ കിടക്കുന്നത്. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു 3 ചെയർ ഇട്ടിട്ടുണ്ട്. കുട വെറുതെ നനഞ്ഞു. അപ്പോൾ നമുക്ക് വാതിൽ തുറന്ന ഉള്ളിലേക്ക് കയറാം. അങ്ങനെ നമ്മൾ വാതിൽ തുറന്ന ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. അതിനുശേഷം വാതിൽ അങ്ങ് അടച്ചേക്കാം. ഇത് കണ്ട ഒരു സാധനം, ഇത് കണ്ട, ഇതിങ്ങനെ ഇട്ടായിരുന്ന ഇപ്പോൾ വാതിൽ ആരെങ്കിലുമൊക്കെ പെട്ടെന്ന് തുറന്നാൽ ഇതിങ്ങനെ വന്ന് അവിടെ തടഞ്ഞങ്ങ് നിന്നോളും, തുറക്കാൻ പറ്റത്തില്ല.
പണ്ടൊക്കെ ഇങ്ങനെ ഇടുന്നതാണെന്ന് തോന്നുന്നു അല്ലേ. ഞാനപ്പോൾ ഈ കുടയൊന്ന് വിടർത്തി വെച്ചിട്ട് ബാക്കി ടൂറിലേക്ക് പോകാം. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് കയറി. നമുക്കിവിടെ കറണ്ടും കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇല്ല കേട്ടോ. ആദ്യം ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. അതെ വന്നു. ഇതിങ്ങനെ വന്നും പോയൊക്കെ നിൽക്കുക. ഇപ്പോൾ ഇവിടെ 3-4 ചെയറൊക്കെ ഇട്ടിട്ടുണ്ടേ. പിന്നെ നമ്മുടെ ആ വെയിറ്റ് നോക്കുന്ന സംഭവം ഞാൻ ഓൺലൈനിൽ വാങ്ങിയതാണ്, കുറേ നാളായി കേട്ടോ. അതിലിങ്ങനെ കയറി നിന്നാൽ ഇവിടെ വെയിറ്റ് അറിയാൻ പറ്റും. അപ്പം നമ്മുടെ ആൻസൂട്ടൻ കയറി നിന്നിട്ടുണ്ട്. ആൻസൂട്ടൻ്റെ വെയിറ്റ് 28 അത്രയേ ഉള്ളു. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ജനലൊക്കെ ഉണ്ട്. നമ്മുടെ ക്രിസ്മസ് ട്രീ ഇവിടെ വെച്ചിട്ടുണ്ട്. 6 അടി പൊക്കത്തിലുള്ള ക്രിസ്മസ് ട്രീ ആണ്. അതിലിപ്പോൾ ചാർജറും അതിൻ്റെ USB കേബിളൊക്കെ തൂക്കിയിട്ടേക്കുവാണ്. പിന്നെ അത് നമ്മുടെ പോർച്ചിലേക്കുള്ള ജനലാണ്. പിന്നെ കയറി വന്നു കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഷോക്കേഴ്സ് സെറ്റ് ചെയ്യാനുള്ള സംഭവങ്ങൾ ഇന്ന് വരെ അത് സെറ്റ് ചെയ്തിട്ടില്ല. 25 വർഷമായി. അപ്പോൾ നമ്മുടെ കൃഷ്ണനെ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ആച്ചും കാര്യങ്ങളൊക്കെ ആയിരിക്കുന്നത്. പിന്നെ ചേട്ടൻ്റെ ഇങ്ങനെയുള്ള അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെയാണ്. വിക്സിൻ്റെ ഒരു മിഠായി ഇരിക്കുന്നുണ്ട്. അത് ആ കണ്ട വഴി അവൻ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങ് വെച്ചേക്കും. അപ്പോൾ ഈ കയറി വരുന്നിടത്ത് ഇപ്പോൾ നിലവിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ നമ്മുടെ കർട്ടനും കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെയാണ്. പിന്നെ അവിടെ ഒരു ബൾബ്, ഇവിടെ ഒരു ഫാന്, ഇതൊക്കെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെ ഒരു ആർച്ച് മോഡലുള്ളൊരു വാതിലാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമ്മളിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിന് പറഞ്ഞ പേരെന്നാടാ, ഫ്ലവർ വേസും കാര്യങ്ങളൊക്കെയാണ്. അവിടെ ഇന്നാൾ കിട്ടിയ ഫോട്ടോയൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു മെഴുകുതിരി പാക്കറ്റ്, അതുപോലെ തന്നെ ലാമ്പ് ഒക്കെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഇത് വേറൊന്നുമല്ല, നമ്മൾ പ്രാർത്ഥിക്കാൻ നേരത്ത് കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ലാമ്പും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ വർഷത്തെ ഇടവക ഡയറക്ടർ നമ്മുടെ പള്ളിയിൽ നിന്ന് കിട്ടിയത്. പിന്നെ പ്രാർത്ഥനാ പുസ്തകങ്ങൾ, കുരിശ് വരയ്ക്കുന്ന പുസ്തകങ്ങൾ, അതുപോലെ കുരിശ് വരയ്ക്കുന്ന കൊന്തയും കാര്യങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. വേറൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ നേരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു അൾത്താരയൊക്കെ കാണാൻ പറ്റും. വീട്ടിലൊരു അൾത്താര. അപ്പോൾ അവിടെ ആ 2 ഫോട്ടോസ്, ഒരു തിരുക്കുടുംബ ഫോട്ടോയും ഒരു ഉയർപ്പിൻ്റെ ഈശോയുടെ ഫോട്ടോയും ഉണ്ട്. പിന്നെ സെവണപ്പിൻ്റെ കുപ്പി കാണുന്നുണ്ടല്ലോ, അത് സെവണപ്പല്ല, ആനാം വെള്ളമാണ്. ആനാം വെള്ളം എന്ന് വെച്ചാൽ പള്ളിയിൽ നിന്നും അച്ഛൻ വെഞ്ചരിച്ച് തരുന്ന വെള്ളമാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ആൾത്താര സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ മാതാവിൻ്റെ ഒരു രൂപമുണ്ട്. അതുപോലെ തിരുക്കുടുംബത്തിൻ്റെ ആൻസൂട്ടറിന് ആദ്യ കുർബാനയ്ക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ചേട്ടൻ്റെ ഏറ്റവും മൂത്ത സിസ്റ്റർ കൊടുത്താണ് കേട്ടോ, ചേച്ചി കന്യാസ്ത്രീയാണ്. പിന്നെ ഇത് ഉയർപ്പിൻ്റെ ഈശോയുടെ ഒരു രൂപമുണ്ട്. പിന്നെ ഒരു കുരിശിരിക്കുന്നുണ്ട്. പിന്നെ 2 മെഴുകുതിരിക്കാല അപ്പുറയുണ്ട്. ബൈബിൾ ഇരിക്കുന്നുണ്ട്. നമ്മുടെ മുതലക്കുളത്തെ മുത്തപ്പൻ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ ഒരു രൂപം ചേട്ടൻ്റെ ബർത്ത്ഡേക്ക് ഞങ്ങൾ ഗിഫ്റ്റ് കൊടുത്താണ്. പിന്നെ മാതാവുണ്ട്. പിന്നെ അതും ആൻസൂട്ടൻ്റെ ആദ്യ കുർബാനയ്ക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് തിരുക്കുടുംബ ഫോട്ടോ. പിന്നെ ഒരു മാതാവുണ്ട്. ഇവിടെ ആണെങ്കിൽ ഇത് മുതലക്കടം പള്ളിയിലെ ആനാവെള്ളം, അപ്പുറത്തിരിക്കണം നമ്മുടെ ഇടവക കരിമണ്ണൂർ പള്ളിയിലെ ആനാവെള്ളമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കലണ്ടറൊക്കെ തൂക്കിയിട്ടിരിക്കുന്നത്. അവിടെ ഒരു ക്ലോക്ക് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ. പിന്നെ അവിടെ നിന്ന് അത് 2 ബെഡ്റൂമാണ്. അതും അതിലേക്ക് നമുക്ക് പോകാം. അതിന് മുമ്പായിട്ട് ഇവിടെ ഡൈനിങ് ടേബിള് നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. പിന്നെ ചെയറും കാര്യങ്ങളൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഈ സാണപ്പിൻ്റെ കുപ്പി മാറ്റിക്കേ. യാതൊന്നും സെറ്റ് ചെയ്യാതെ ചുമ്മാ നേരെ വന്നങ്ങ് എടുക്കുവാണ് കേട്ടോ. എല്ലാവരും എപ്പോഴും ചോദിക്കുവാണ്. അപ്പോൾ ഈ ഡൈനിങ് ടേബിൾ എന്ന് വെച്ചാൽ നമ്മൾ വേസ്റ്റ് ഇടുന്ന പാത്രം, പിന്നെ വെള്ളം വയ്ക്കുന്ന സംഭവങ്ങൾ, ഗ്ലാസ്, പിന്നെ ഒരു അച്ചാർ ഇരിക്കുന്നുണ്ട്. അതൊക്കെ എൻ്റെ കണ്ണടയൊക്കെ ഇരിക്കുന്നത്. പിന്നെ ഈ മുറിയിലെന്ന് വെച്ചാൽ TV ഇരിക്കുന്നുണ്ട്. TVയുടെ അടുത്ത് തന്നെ നമ്മുടെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ ക്യാമറമാനോൻ ഇതാണ് കേട്ടോ. ഇതിൽ വെച്ചാണ് ഞാൻ എൻ്റെ വീഡിയോയൊക്കെ പൊതുവേ ഇൻസ്റ്റഗ്രാമിലേക്കുള്ള റീൽസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഇവിടെയാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ വിശാലമായ ഒരു ഭിത്തി നിറയെ വിശാലമായ വലിയൊരു ജനലും കാര്യങ്ങളൊക്കെയാണ്. ഇതങ്ങ് മാറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് പുറകുവശത്തേക്കുള്ള ഇതൊക്കെയാണ്. പുറകിലെന്ന് വെച്ചാൽ അവിടെ ഒരു നമ്മുടെ ചുറ്റുമതിൽ ഇതിലെയാണ് വന്നിരിക്കുന്നത്. അവിടെ ഒരു വാഴ ഒടിഞ്ഞ് കിടക്കുന്നുണ്ട്. കഴിഞ്ഞ കാറ്റത്ത് ഒടിഞ്ഞു പോയത്. അപ്പം അതിന് ജീവനുള്ളത് കൊണ്ട് കൊല നശിച്ചിട്ടില്ല. അവിടെ കൊല മൂത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ പുറകിലേക്ക് കുറച്ച് വാഴയും കാര്യങ്ങളൊക്കെയാണ് നിൽക്കുന്നത്. അങ്ങോട്ട് ഒരു വീടിൻ്റെ പണി നടക്കുന്നുണ്ട് കേട്ടോ. അവിടെ അവർ പണിയട്ടെ, വെറുതെ ശല്യം ചെയ്യുന്നതിനാണ്. പിന്നെ മഴക്കാലമാണ്. ആൻസൂട്ടൻ്റെ യൂണിഫോം അങ്ങ് ഒരു മാർഗ്ഗവും ഇല്ല. അപ്പോൾ അലക്കി ഇതുപോലെ ഒന്ന് വെള്ളം മാറുന്നു കഴിഞ്ഞാൽ കസേരയിലൊക്കെ കൊണ്ടിട്ട് നമ്മളങ്ങ് ഉണങ്ങിയെടുക്കും. പിന്നെ ഇവിടെ ഒരു സ്വിച്ച് ബോർഡൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കയറുന്നത് നേരെ അടുക്കളയിലേക്കാണ് കയറുന്നത്. അപ്പോൾ അടുക്കള എന്ന് പറഞ്ഞാൽ കയറുമ്പോൾ തന്നെ ഇവിടെ നമ്മുടെ ഫ്രിഡ്ജ് ഇരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു എന്തുവാണ് അതിൻ്റെ പേര്, ക്ലോക്ക് ഇരിക്കുന്നുണ്ട്. ഫ്രിഡ്ജിൻ്റെ മണ്ടയിൽ ഒരു സ്റ്റെബിലൈസർ ഇരിക്കുന്നുണ്ട്. പിന്നെ അതും കാര്യങ്ങളൊക്കെ. പിന്നെ അവിടെ ഉള്ളി വെക്കുന്ന ഒരു
പാത്രം, ഉള്ളി ഏറ്റവും മുകളിൽ കൊച്ചുള്ളി, അതിൻ്റെ താഴെ ഇഞ്ചി വെളുത്തുള്ളി, അതിൻ്റെ താഴെ സവോള, അതിൻ്റെ താഴെ കുറേ കൂടുകൾ. ഇതൊക്കെ ചേട്ടൻ കടയിൽ നിന്ന് പറഞ്ഞിട്ട് ഇന്ന് കൊണ്ട് തന്നാൽ നമുക്ക് പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാമെന്ന് പറഞ്ഞ്. പിന്നെ ഇത് നമ്മുടെ പ്രധാനപ്പെട്ട അരിപ്പാത്രം. പിന്നെ ഇത് നിലവിൽ വെള്ളരി വെച്ചിരുന്നൊരു പാത്രമാണ്. ഇത് നമ്മുടെ കുത്തിരി റേഷൻ കടയിൽ നിന്ന് വാങ്ങിയത്, കുത്തിരിയും വെള്ളരിയൊക്കെ വെച്ച പാത്രം. പിന്നെ ഇവിടെ ഇതുപോലെ ഒരു അലമാര സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ അലമാര അടുക്കളയിൽ, ഈ അലമാരയിൽ ആദ്യം എന്താണ് കുറേ ചോറ്റുപാത്രങ്ങളും കാര്യങ്ങളൊക്കെ. ഇത് ഓരോരുത്തർ വലിച്ചു വാരി ഇതിപ്പോൾ ഈ പരുവത്തിലായി. പാത്രങ്ങളെല്ലാം ഇപ്പോൾ വെളിയിലായി. അപ്പോൾ ഇവിടെ ഇതുപോലെ ഒരു ഇതുണ്ട്. ഇപ്പോഴാണ് ഒന്നുകൂടെ ക്ലിയറായി. ഞാനിത് ഓഫ് ചെയ്തിട്ടിരിക്കുവായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ കുറേ പാത്രങ്ങൾ, ഇവിടെയാണ് നമ്മുടെ ഗ്ലാസ്സുകളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ആരുടെ ഈ കുപ്പി ഏറ്റ് വെച്ചത്? എടുത്ത് വാങ്ങിക്കടാ. ആ കുപ്പിയെല്ലാം അങ്ങോട്ട് ഇവിടെ വയ്ക്കേ. ആ കുപ്പി അപ്പുറം എങ്ങോട്ടല്ലായിരുന്നു വെച്ചായിരുന്നേ. അപ്പോൾ ഇവിടെ ഗ്ലാസ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഇവിടെയാണ് നമ്മുടെ. പിന്നെ ഇതിൻ്റെ മുകളിൽ നമ്മുടെ കുറച്ച് പ്ലേറ്റും പുതിയ പാത്രങ്ങളും കുറച്ച് പ്ലേറ്റും കാര്യങ്ങളും അതൊക്കെയാണ് അവിടെ വെച്ചിരിക്കുന്നത്. ഇനി അതടച്ചോ. പിന്നെ ഇവിടെ ഇതുപോലത്തെ ടിന്നിൽ നമുക്ക് ചെറുപയർ, കടല, പിന്നെ കുറച്ച് പച്ചരി, പിന്നെ അതുപോലെ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ കുറച്ച് ഗോതമ്പ് പാക്കറ്റ്, പിന്നെ അതിനകത്ത് ഉഴുന്ന് ശർക്കരയൊക്കെ, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് മുകളിൽ ഞാൻ കാണിച്ചെന്നൊക്കെയാണ്. അപ്പോൾ ഇതാണ് ആ ഒരു അലമാരി. അതെല്ലാം കൂടെ അവിടെ കൂട്ടി വെച്ചിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതെല്ലാവരും എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ സ്ലാബും അടുക്കളയും അതിൽ വെച്ചിരിക്കുന്ന പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. പിന്നെ നമ്മുടെ കത്തി കാര്യങ്ങൾ മുകളിലേക്കൊക്കെ വയ്ക്കുന്ന ഇടയ്ക്കൊക്കെ എടുക്കുന്ന പാത്രങ്ങളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മുടെ സ്റ്റൗ ഒക്കെ ഇരിക്കുന്നത്. പിന്നെ തെർമൽ കുക്കർ. അതുകൂടാതെ നമ്മുടെ പൊടികൾ, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അങ്ങനെ പൊടികളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അവിടെയാണ്. ഇവിടെ നമ്മുടെ ഉപ്പ്, ഉണക്കമുളക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മുടെ വെളിച്ചെണ്ണ താഴെ ആട്ടിച്ചുകൊണ്ട് വന്നിരിക്കുന്ന വെളിച്ചെണ്ണ അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ബിസ്ക്കറ്റ് അങ്ങനെയുള്ള, ശരിക്കും അടച്ചു വെച്ചോ ഉറുമ്പ് കയറും. പിന്നെ ഇത് ഇച്ചിരി എന്താണ് മറ്റേ കൂട്ട് അച്ചാറിട്ട് വെച്ചേക്കണം. ഇരുമ്പമ്പുളി അച്ചാറ് ഇട്ട് വെച്ചിരിക്കുന്നതാണ്. ഇതിനകത്ത് എന്തോ ഇരിക്കുന്നുണ്ട്. അതിനകത്ത് മുന്തിരിയാണ്. ഇപ്പം എടുക്കണ്ട, അതെനിക്ക് വേണ്ടിയിട്ട് തന്നതാണ്, ബ്ലഡ് ഉണ്ടാവാൻ വേണ്ടി. നീ എടുക്കണ്ട, നീ ഇപ്പം എടുത്ത സാധനങ്ങളൊക്കെ തീർത്ത് വെച്ചേക്കുവാ. ഐസ്ക്രീമല്ലേ എടുത്തോളൂ. ഇതെടുക്കണ്ട, മാറ്. പിന്നെ ഇതങ്ങ് മാറ്റിക്കേ, വേണ്ടാതൊക്കെ എടുത്ത് വെള്ളക്കളാം. പിന്നെ ഇത് ചോറ്റുപാത്രമാണ് കേട്ടോ. ചോറ്റുപാത്രം കഴുകി വെച്ചിരിക്കുന്നത്. നമ്മുടെ ഉരുളക്കിഴങ്ങ്, കുറച്ച് പച്ചമാങ്ങയായിരുന്നു. ഇപ്പോൾ പഴുത്ത മാങ്ങയായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്കിപ്പോൾ തിന്നാം. പിന്നെ എന്തുവാ, ഇതെടുത്ത് വെക്കാത്തതാണ് കേട്ടോ. അങ്ങനെ മിക്സിയും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ നമ്മൾ എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് കിടക്കാം. അപ്പോൾ ഈ വീടിന് 3 ബെഡ്റൂമും 2 ബാത്റൂമുമാണുള്ളത്. അപ്പോൾ അതിൽ ഒരു ബെഡ്റൂം ഇതാണ്, നമ്മുടെ ഹാളിൽ നിന്ന് നേരെ കയറുന്നൊരു ബെഡ്റൂം. അപ്പോൾ ലൈറ്റ് ഇടാം. ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ ഒരു ഫാനുണ്ട്. അതുപോലെ ഈ ഫാനാണെങ്കിൽ ഇങ്ങോട്ട് കറങ്ങുന്നതിന് പകരം തല തിരിഞ്ഞാൽ കറങ്ങുന്നത്. അതുകൊണ്ട് അതിന് കാറ്റില്ല. അതുകൊണ്ട് നമ്മളിവിടെ ഇതുപോലത്തെ ഒരു ഫാൻ കൂടി വെച്ചിട്ടുണ്ട്. അപ്പം ഞാനും ആൻസൂട്ടനും പകൽ ഫുൾ ടൈം കിടക്കുന്നതല്ല ഇവിടെയാണ്. ഞങ്ങളിവിടെ കിടന്ന വീഡിയോ ഒക്കെ കാണുന്നതും കാര്യങ്ങളും എഡിറ്റ് ചെയ്യുന്നതും എല്ലാം ഇവിടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ തോർത്ത് എനിക്ക് മിസ്സിങ് ആയിരുന്നു. ഇത് എനിക്ക് ഇവിടെ വെച്ചപ്പോൾ കിട്ടി. അപ്പോൾ അതിൻ്റെ തയ്യൽ മെഷീൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതൊരു മൊബൈൽ സ്റ്റാൻഡാണ് കേട്ടോ. ഇത് നമ്മൾ ഇങ്ങനെ ഘടിപ്പിക്കും. ഇത് ചേട്ടൻ്റെ ആണ്. നമ്മളിങ്ങനെ കട്ടിലിൻ്റെ അങ്ങ് അറ്റത്ത് ഘടിപ്പിക്കടാ. അവിടെ ഇങ്ങനെ ഘടിപ്പിച്ച് വെക്കും. എന്നിട്ട് ആ സാധനം ഇങ്ങനെ പൊക്കി വെച്ചിട്ട് അതിൽ മൊബൈൽ സെറ്റ് ചെയ്ത് വെക്കും. അതിങ്ങനെ അകത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അത് അവിടെ ഇരിക്കും. അപ്പോൾ അതിൽ ഇരുന്ന് നമുക്ക് മൊബൈലൊക്കെ കാണാം. അപ്പോൾ കല്യാണത്തിനൊക്കെ മുമ്പെന്ന് വെച്ചാൽ എടാ ഈ സാധനമൊക്കെ ഇടിച്ച് കളയല്ലേ. ഇതേ മാറ്. ഇനി അടുപ്പിച്ചോ. ഓക്കെ. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ നമ്മളെ വീഡിയോ കോളൊക്കെ വിളിക്കാൻ നേരത്തെ ഇതിങ്ങനെ വെച്ചിട്ട് കിടന്നിട്ട് വിളിക്കുകയൊക്കെ ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇവിടെ ഒരു കണ്ണാടിയൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ ആൻസൂട്ടൻ്റെ ബുക്കും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് അടുക്കി വെച്ചിരിക്കുന്നത്. ഇത് പൊതിയാനുള്ള ബുക്ക്, പൊതിഞ്ഞ ബുക്ക്. പിന്നെ ഇത് ആൻസൂട്ടൻ്റെ കളറുകൾ. പിന്നെ അതൊരു പെൻ സ്റ്റാൻഡ് ആൻസൂട്ടൻ്റെ ബർത്ത്ഡേക്ക് കൂട്ടുകാർ കൊടുത്ത് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ക്ലോക്ക്. അത് തൂക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല, ഒരാണ് ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ ഇവിടെ കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്.
ഇത് നമ്മൾ ഇന്നാളെടുത്ത ഫ്രെയിം വേൾഡിൽ നിന്നും കിട്ടിയ ഫോട്ടോസാണ്. പിന്നെ ഇത് ഞാൻ ആൻസൂട്ടിൻ്റെ 5ാമത്തെ ബർത്ത്ഡേക്ക് എടുത്തൊരു ഫോട്ടോയാണ്. നമ്മുടെ മറ്റേ വീടിൻ്റെയൊക്കെ ഫ്രണ്ടിൽ വെച്ചിരുന്ന ഫോട്ടോയാണ്. ഇതും കഴിഞ്ഞ ദിവസം നമുക്ക് കിട്ടിയ ഫോട്ടോയാണ്. ഇത് ചേട്ടൻ അങ്ങ് സൗദിയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു തേപ്പുവട്ടിയാണ്. അയൺ ബോക്സ് ആണ്. ഭയങ്കര വെയിറ്റ് ഉള്ളൊരു സംഭവമാണ്. ഇത് എടുത്ത് പോക്കണമെങ്കിൽ തന്നെ ഇച്ചിരി പാടുപെടും. അപ്പോൾ അത്രയും വർഷങ്ങൾ പഴക്കമുള്ളൊരു അയൺ ബോക്സാണ്. പക്ഷേ നല്ല സൂപ്പറാണ് കേട്ടോ. ഇതാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്ന അയൺ ബോക്സാണ്. അവർ ചേട്ടനും അനിയനും പോലെ അവിടെ ഇരുന്നോട്ടെ. പിന്നെ ഇത് ആൻസൂട്ടിന് കഴിഞ്ഞ ദിവസം വാങ്ങിയ കുടിക്കുക. പക്ഷേ ഇതിനകത്തൊന്നും ഇതുവരെ ഇട്ടിട്ടില്ല കേട്ടോ. ഇതെൻ്റെ മേക്കപ്പ് ഒക്കെ വെച്ചിരിക്കുന്ന ഒരു പൗച്ച് എനിക്ക് ചേച്ചി തന്നതാണ്. ചേട്ടൻ്റെ ഏറ്റവും മൂത്ത പെങ്ങൾ ചേച്ചി എനിക്ക് കൊണ്ടു തന്നതാണ്. പിന്നെ ഇതൊരു കണ്ണാടി 2 സൈഡിലും ഉണ്ടായിരുന്നു. അതിൽ ഒരു സൈഡ് പൊട്ടിപ്പോയി. ഇപ്പോൾ ഈ സൈഡ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് കുറച്ച് ബുക്കും കാര്യങ്ങളൊക്കെ അടുക്കി വെച്ചിരിക്കുന്നതാണ്. A4 സൈസ് ഷീറ്റ്. പിന്നെ അത് മറ്റ് ചാർജറും കാര്യങ്ങളൊക്കെയാണ്. ഇതൊരു പെൻ സ്റ്റാൻഡാണ്. ഇത് ഞാൻ ആൻസൂട്ടിനും കൂടെ കൂടിയിട്ട് ഉണ്ടാക്കിയ ഒരു പെൻ സ്റ്റാൻഡാണ്. പിന്നെ ഇതാ നമ്മുടെ മയിൽപ്പീലിയാക്കി ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു അലമാരി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു വാൾഡ്രോബാണ്. അപ്പം അതിനകത്തെന്ന് വെച്ചാൽ ചേട്ടൻ്റെ ഡ്രസ്സ് ഷർട്ടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇരിക്കുന്നത്. കണ്ടോ, ചേട്ടൻ്റെ ഷർട്ടും കാര്യങ്ങളൊക്കെയാണ്. ഇത് പിന്നെ ഞാനും കയ്യേറിയിട്ടുണ്ട്. എൻ്റെ സാരിയും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കുത്തി നിറച്ചൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ചേട്ടൻ്റെ ഇതൊക്കെ സംഭവങ്ങൾ പാൻറ്റ് അതും ഇതൊക്കെയാണ് ഇരിക്കുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ ഇറങ്ങിയാൽ അടുത്തത് ഇവിടെ ഒരു മുറിയാണ് കേട്ടോ. അതിനകത്താണ് അമ്മച്ചി കിടന്നുറങ്ങുന്നത്. അപ്പോൾ അതിലൊരു മേശയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അമ്മച്ചിയുടെ കിടന്നുറങ്ങുക. പിന്നെ ഇതൊരു വാഷ് ബേസിനാണ്. അതൊരു അലമാരിയാണ്. പിന്നെ അത് കൈ തുടയ്ക്കാനുള്ള ടവലൊക്കെയാണ്. പിന്നെ അവിടെ ഒരു വെട്ടമൊക്കെ ഉണ്ട്. ഇത് പിന്നെ വേറൊരു ടോയ്ലറ്റാണ്. ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ ഈ വീടിൻ്റെ ഏറ്റവും മുഴുത്ത ബെഡ്റൂം ഇതാണ്. ഇവിടെയാണിപ്പം നമ്മളെല്ലാവരും കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബെഡ്റൂം എന്ന് പറയുന്നത്. ഇപ്പം നിലവിൽ ഞങ്ങൾ 3 പേരും കൂടി ഇവിടെയാണ് കിടക്കുന്നത്. ആൻസൂട്ടന് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കൂടെ വന്ന് കിടക്കാറുണ്ട്. അവനെ ഭിത്തിയുടെ അവിടെ കിടക്കും, ഞാൻ നടുക്കിടക്കും, ചേട്ടന് സൈഡിൽ കിടക്കും. അപ്പോൾ ആൻസൂട്ടനെ പുതച്ച് കിടന്നുള്ള ശീലമായതുകൊണ്ട് ആൻസൂട്ടൻ്റെ പുതപ്പൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. ഇതെന്തൊക്കെയായി ഓടിക്കളിക്കുന്നേ? ചെറിയ പ്രാണികൾ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ചെറിയ പ്രാണികൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ബെർത്തുണ്ട്. എല്ലാ മുറിക്കും ബെർത്തുണ്ട്. അവിടെ എൻ്റെ കുറേ ബുക്കുകൾ കാര്യങ്ങളൊക്കെ പഴയ നോട്ടുകളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. കളയാൻ തോന്നിയിട്ടില്ല, അതുകൊണ്ട് കളഞ്ഞില്ല. ആൻസൂട്ടൻ്റെയും കയറ്റി വെച്ചിട്ടുണ്ട്. അവിടെ ഒരു അലമാരിയുണ്ട്, ഇവിടെ ഒരു അലമാരിയുണ്ട്. ഇതൊരു സൂട്ട് കേസ് ഉണ്ട്. പിന്നെ നമ്മുടെ കുറച്ച് എൻ്റെ സാരികളെല്ലാം കൂടെ ഉടുത്ത് സാരിയെല്ലാം കൂടെ ഇവിടെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. അപ്പം ഈ മഴക്കാലം ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മളതൊക്കെ അപ്പം തന്നെ സെറ്റ് ചെയ്ത് വെക്കും. പിന്നെയെന്ന് പറഞ്ഞാൽ ആൻസൂട്ടൻ്റെ മറ്റേ ഇതിൻ്റെ പേരുടെ ക്യാരംസ് ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ അലമാരിയിൽ എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ ഇതെൻ്റെ റായെല്ലാം കൂടെ എടുക്കാൻ എളുപ്പത്തിന് വെച്ചിരിക്കുന്ന നമ്മുടെ സാരിയും കാര്യങ്ങളൊക്കെ ആൻസൂട്ടിന് കണ്ട് സ്റ്റിക്കറെല്ലാം ഒട്ടിച്ച് വെച്ചിരിക്കുന്നു നോക്ക്. പിന്നെ ഇതൊരു അലമാരിയാണ്. അലമാരിയിലും ഈ പറഞ്ഞോണം ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് ഇരിക്കുന്നത്. പിന്നെ ഇത് കുറേ ഇതാണ് കേട്ടോ, കർട്ടനാണ് കേട്ടോ. കർട്ടൻ സെറ്റ്, കർട്ടൻ, അതുപോലെ തന്നെ ബെഡ്ഷീറ്റുകളൊക്കെയാണ്. പിന്നെ അലമാരിയുടെ താഴെയാണ് എൻ്റെ ആഭരണങ്ങളെല്ലാം ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ കമ്മലുകൾ, കുപ്പിവളകൾ, ക്യൂടെക്സ്, ചീപ്പ്, പിന്നെ ഈ സാധനങ്ങൾ ഇതൊക്കെ നിങ്ങൾ പഴയ വീഡിയോ കണ്ടവർക്കറിയാം. ഇത് TTIയിൽ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പം ലക്ഷദ്വീപിൽ നിന്ന് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ആ കുട്ടികൾ പോകാൻ നേരത്ത് എനിക്ക് തന്നതാണ്. മുഹമ്മദ് റാഫിയും ആയിഷാബിയും തന്ന 2 കവടിയാണ്. ഇത് ശംഖല്ല, ഇത് കവടിയാണ് കേട്ടോ. അപ്പോൾ അത് കുട്ടികൾ തന്നതാണ്. ഇതിനകത്ത് എന്തൊക്കെയോ കിടക്കുന്നുണ്ടല്ലോ. പല്ലിമുട്ടയാണോടാ? പല്ലി ഇതിനകത്ത് കയറി മുട്ടയിട്ട് അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ പൊട്ട് കാര്യങ്ങൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ കുറച്ച് ഹാങ്കർ, അതിൻ്റെ ഇടയ്ക്ക് ഏറ്റവും മുകളിൽ ഞാൻ കുറേ ബുക്കും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇതൊന്നും വെക്കാൻ വേറെ സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെ ഒരു പാളി അടർന്നു പോയി. അത് അമ്മച്ചി കിടക്കണ മുറിയിലുണ്ട്. അമ്മച്ചി കിടക്കണ മുറിയിലും എല്ലാ മുറിയിലും ഇങ്ങനത്തെ ഒരു അലമാരി ഭിത്തിയിലുള്ള സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഡ്രസ്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. എല്ലാ സൗകര്യം എവിടെ അലമാരിയിൽ മൊണാലിസയൊക്കെ വരച്ചു വെച്ചിട്ടുണ്ടെന്ന് ആൻസൂട്ടൻ പറയണേ. അതെ, എന്തായാലും ആട്ടെ. ഇത് പിന്നാണ് കേട്ടോ. ഇത് ഞാൻ അത് ചെമ്പിൻ്റെ പിന്നാണ്. ഇത് തൊടുപുഴയിൽ നിന്ന് കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. ഇതെൻ്റെ വെള്ളിക്കൊലുസ് വെച്ചിരിക്കുന്നതാണ്. അത് മാറിത്തരാമെന്ന് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതും ഒരു ടോയ്ലറ്റാണ് കേട്ടോ, അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഇത് കോമൺ ആയിട്ടുള്ളൊരു ബാത്റൂമാണ്. പിന്നെ
പിന്നെ നമ്മൾ ഇനി വീട്ടിൽ എന്താ കാണാനുള്ള അവിടെ ഈ നടക്കുന്നത് എല്ലാ മുറിയിലും ഫാൻ ഉണ്ട് കേട്ടോ. പിന്നെ അത് അടുക്കളയിൽ വരെ ഫാൻ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു പിന്നെ നമ്മൾ അടുക്കളയിൽ നിന്ന് ഇറങ്ങുവാണേ. അടുക്കളയിൽ നിന്ന് നമുക്ക് ഒന്നിച്ചിറങ്ങും. അപ്പോൾ ഇത് അടുക്കളയിൽ നിന്ന് ഇറങ്ങുന്നത് നമ്മുടെ എങ്ങോട്ടാണെന്ന് വെച്ചാൽ നമ്മുടെ വിറകടുപ്പ് കത്തിക്കുന്ന ഒരു ചെറിയ അടുക്കളയുണ്ട്. അവിടെ കപ്പ വെട്ടി തൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്, എടുത്ത് കളഞ്ഞിട്ടില്ല. അപ്പോൾ മഴ തോർന്നിട്ട് വേണ്ട ഇതുമായിട്ട് മുറ്റത്തിറങ്ങാൻ. അപ്പോൾ അത് പിന്നെ ഇവിടെ കുറച്ച് ചക്കക്കുരു എല്ലാം ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ കഞ്ഞിക്കലമൊക്കെ ഇതൊക്കെ ഇന്നാൾ നമ്മൾ കണ്ടതാണ്. ഇവിടെ ഇങ്ങനെ ഒരു അലമാരിയുണ്ട്. അപ്പോൾ അലമാരിയിലെ തട്ടിലുമുട്ടൽ സാധനങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇത് ചേട്ടൻ്റെ കുറച്ച് ഐറ്റംസൊക്കെ, അതൊക്കെ ചേട്ടൻ വരാതെ മാറ്റാൻ പറ്റത്തില്ല. പിന്നെ വാക്കത്തി കോടാലി ഇതെല്ലാം ഇരിക്കുന്നുണ്ട്. ഇത് അവിടെയാണ് നമ്മൾ തേങ്ങ പൊതിക്കുന്ന സാധനം. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ പിന്നെ ഇവിടെ ഒരു വാഷിംഗ് മെഷീനുണ്ട്. പിന്നെ ഈ തുണിയിടുന്ന ഒരു ബക്കറ്റ് ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ അരകല്ലിരിക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ ചേട്ടൻ അങ്ങ് സൗദിയിൽ നിന്ന് കൊണ്ടുവന്ന് ചേട്ടൻ്റെ വർക്ക്ഷോപ്പിലെ ഐറ്റംസൊക്കെ വെച്ചിരിക്കുന്നതാണ് കേട്ടോ. വേണ്ട, നീ പിടിക്കൊന്നും വേണ്ട, മാറാ, സമയം പോണു. പിന്നെ ഇതിൻ്റെ മുകളിലാണ് നമ്മുടെ ചട്ടികളെല്ലാം വെച്ചിരിക്കുന്നത്. ചട്ടികൾ വെച്ചിരിക്കുന്നു. പിന്നെ ഇതിൻ്റെ അടിയിലൊരു മോട്ടറോ എന്തോ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ പൊടി വലിച്ചെടുക്കുന്ന സാധനം, വാക്വം ക്ലീനർ എവിടെ, അതിന്റെ ഏറ്റവും ടോപ്പിൽ വാക്വം ക്ലീനർ വെച്ചിട്ടുണ്ട്. അതിനിപ്പോൾ പുറത്തതാ ഇതുപോലെ ഒരു ഇളന്തെണ്ണ, തുറക്ക, പുറത്ത് ഇതുപോലെ ഒരു ഇളന്തെണ്ണയുണ്ട്. അവിടെ നമ്മുടെ ബാസ്കിമോൻ ഒരു ടേബിളൊക്കെ ഇട്ട് കൊടുത്ത് അവനെ അവിടെ ഇട്ടിട്ടുണ്ട്. ഇവനെ നമ്മൾ അഴിച്ചുവിടാൻ പറ്റത്തില്ല, ഇവനെ ആരെങ്കിലുമൊക്കെ പോയി കടിക്കും. അതുകൊണ്ട് വെറുതെ എന്തിനാണ് നമ്മൾ റിസ്ക് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഇത് കെട്ടിയിരിക്കുന്നത് നമ്മുടെ ബാസ്ക്യു നനയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ കൂടെ ചേട്ടൻ്റെ സ്കൂട്ടറും കൂടെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനൊരു ഇളന്തെണ്ണയാണ്. അവിടെ ഒരു ഇതും ഉണ്ട് കേട്ടോ, പൈപ്പുണ്ട്. അതുപോലെ ഇവിടെ ഒരു പൈപ്പുണ്ട്. നമ്മുടെ അടുക്കളയിൽ ഒരു സിങ്കും പൈപ്പൊക്കെ ഉണ്ട്. അവിടെ ഒരു കണ്ണാടിയുണ്ട്. ആ കണ്ണാടിയിലാണ് ചേട്ടൻ നിന്ന് ഷേവൊക്കെ ചെയ്യാനൊക്കെ പോകുന്നതൊക്കെ. അങ്ങനെ നമ്മുടെ ഒരു ഇളന്തെണ്ണയിൽ ഇറങ്ങിയപ്പോൾ നമ്മുടെ ബാസ്കറ്റ്കൂട്ടനെ കണ്ടു. ഹലോ കുട്ടാ. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതാ അവിടെ അത് പുറത്തുള്ള ഒരു ടോയ്ലറ്റാണ് കേട്ടോ. അവിടുത്തെ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അതിനകത്ത് തട്ടിലും മുട്ടലും സാധനങ്ങളെല്ലാം വെക്കുന്നതാണ്. പിന്നെ ഇതാ ഇവിടെ ഇങ്ങനെ ഒരു വിറക് വരയുണ്ട്. അതിനകത്ത് നമ്മുടെ വിറകും വെച്ചിട്ടുണ്ട്. ഒരു 3 കട്ടിലും മൂടി വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് നമ്മൾ മുകളിലേക്ക് കയറുന്ന സ്റ്റെപ്പാണ്. അങ്ങനെ ഇതാണ്. അപ്പോൾ ഇതിലിങ്ങനെ നീളത്തിലൊരു ചെറിയൊരു ഇറയം പോലെ അങ്ങനെയും പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബാസ്ക്യു ഇവന് എന്തൊക്കെയോ പറയാനുണ്ടെന്നാണ് പറഞ്ഞത്. എന്തെങ്കിലും പറയാനുണ്ടോ ചേട്ടയ്യേ? ഹലോ മൊബൈലാന്ന് പറഞ്ഞപ്പോൾ ഇനി ഏരിയയിൽ വരില്ല. ഹലോ. അപ്പം ഇതാണ് നമ്മുടെ ഹോം ടൂർ. അപ്പോൾ എല്ലാവർക്കും ഹോം ടൂർ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മളിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പം ഈ 30-40 മിനിറ്റിലെ വീഡിയോയ്ക്കുള്ളിൽ എന്തെങ്കിലും 1-2 നെഗറ്റീവ് കണ്ടാൽ അതും കമൻറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഡിലീറ്റ് ചെയ്തെടുത്ത് ഓടിക്കും. നല്ല കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ച് പോസിറ്റീവായിട്ടൊക്കെ പോകാൻ നോക്കിയാൽ ജീവിതത്തിൽ നിറയും പോസിറ്റിവിറ്റി നിറയും. അല്ലെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. എപ്പോഴും നെഗറ്റീവും ചിന്തിച്ച് നെഗറ്റീവും പറഞ്ഞു തന്നാൽ ജീവിതം നെഗറ്റീവ് അടിച്ചങ്ങ് പോകത്തേ ഉള്ളൂ. ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് പോകും. വെറുതെ എന്തിനാ. അപ്പോൾ ഞങ്ങൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും പ്രതീക്ഷിച്ച വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുവരേക്ക് ബൈ.